തൃശ്ശൂർ ജില്ലയിലെ വെങ്കിടങ്ങ് പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ 18 വാർഡാണുള്ളത്. ദിപ്പുറത്തെ സൈഡ് 1-ാം വാർഡ്, ദിപ്പുറത്തെ സൈഡ് 18-ാം വാർഡ്, അങ്ങനെയാണ്. അപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇലക്ഷൻ കാഴ്ചകൾ തേടി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഇവിടെ ഒരു ടീച്ചറും കുറേ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇലക്ഷൻ്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് അറിയാനാണ്. ഒരിക്കലുമല്ല. ഈ ടീച്ചറും ഈ സ്റ്റുഡൻസും ഒക്കെ ഇവിടുത്തെ സ്ഥാനാർത്ഥികളാണ്. പല പല വാർഡുകളിലായിട്ടാണ് സ്ഥാനാർത്ഥികൾ. ടീച്ചറുടെ പേരും പിന്നെ പഠിപ്പിച്ചിരുന്ന സ്കൂളൊക്കെ ഒന്ന് പറഞ്ഞത്. ഞാൻ 5 സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ശൈലജ. ഞാൻ അവസാനം വർക്ക് ചെയ്തത് മുല്ലശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു 18 വർഷത്തോളം അവിടെ പ്രിൻസിപ്പളുമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. റിട്ടയർ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ അഭിഭാഷകയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, വക്കീലായിട്ട് തൃശ്ശൂർ അയ്യന്തോൾ കോടതിയിൽ. അഭിഭാഷകയും കൂടിയാണ്. അപ്പൊ വാക്ചാതുര്യം ഉണ്ട് എൻ്റെ അമ്മ. അപ്പൊ എതിർ സ്ഥാനാർത്ഥികളൊക്കെ അടിച്ച് മലർത്തോ നോക്കിയേ. എതിരെ നിൽക്കുന്നത് സ്റ്റുഡൻസ് ആണ് കേട്ടോ. അല്ല, എൻ്റെ സ്റ്റുഡൻസ് അല്ല എതിരെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനും എൻ്റെ 4 സ്റ്റുഡൻസും ഈ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ പല പല വാർഡുകളിലായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതും ഞങ്ങളുടെ 5 പേരുടെയും കന്നി അംഗമാണ്. അപ്പം ഞാൻ പഠിപ്പിച്ച വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രമാണ്. അതിൽ സാമൂഹ്യ ശാസ്ത്രം വരുന്നുണ്ട്. അപ്പം ഞാൻ പഠിപ്പിച്ച വിഷയത്തോടൊപ്പം തന്നെ കുട്ടികളിൽ സാമൂഹ്യബോധം അതുപോലെ തന്നെ ജനാധിപത്യ ബോധമൊക്കെ വളർത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു തെളിവാണ് അവരിപ്പോൾ ഈ വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ജനവിധി തേടാനായിട്ട് എത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പോസിറ്റീവ് കാര്യം. ഒരു സാമൂഹ്യ ബോധമുള്ള തലമുറയെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എനിക്ക് ഈ സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് വിശേഷം ചോദിക്കാം. അവരൊക്കെ LDF സ്ഥാനാർത്ഥികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ UDF സ്ഥാനാർത്ഥികളും ഉണ്ട്. അപ്പോൾ ടീച്ചർക്ക് എന്താ ടീച്ചറുടെ ഉള്ളിലുള്ള ആഗ്രഹം? ടീച്ചറുടെ പാർട്ടി ഭരണം പിടിക്കണം എന്നാണോ അതോ ശിഷ്യരുടെ പാർട്ടി ഭരണം പിടിക്കണം എന്നാണോ? എന്താ ടീച്ചറുടെ ആഗ്രഹം? ഒരു അധ്യാപിക എന്ന നിലയിൽ നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ മക്കളാണ്. അപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ച് എല്ലാ മക്കളും ഒരുപോലെ നന്നാവണം എന്ന് ആഗ്രഹിക്കുകയാണ്. അതേപോലെ എൻ്റെ എല്ലാ വിദ്യാർത്ഥികളും വൻ വിജയം നേടണം എന്നാണ് എൻ്റെ ആഗ്രഹം.